TLC ലൈവ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. വിവിധ തരം പഠനങ്ങൾ, ടൈപ്സ് ഓഫ് ലേണിംഗ് എന്ന ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചാണ്. ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പുതിയതായിട്ട് LP UP സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ എക്സാം കഴിഞ്ഞു, നെക്സ്റ്റ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ടും മറ്റൊന്ന് കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ടാണ്. കുട്ടികളെന്ന് പറയുന്നു കാൻഡിഡേറ്റ്സ്, അങ്ങനെയും നമുക്ക് പറയാം. അതായത് ഇവർ രണ്ടു പേർക്കും ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് ലേണിംഗ് എന്നത്. 3 തരത്തിലുള്ള പഠനങ്ങളാണ് നമ്മളുടെ സൈക്കോളജി ഭാഗത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സാധാരണയായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഈ 3 തരം പഠനങ്ങൾ ഏതാണ് എന്ന ഒരു ചെറിയൊരു ക്ലാസ്സാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ആദ്യത്തേത് ആശയ പഠനം അഥവാ കൺസെപ്റ്റ്സ് ഓഫ് ലേണിംഗ്. വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, പ്രക്രിയകൾ, സാമാന്യവൽക്കരണങ്ങൾ, പ്രമേയങ്ങൾ തുടങ്ങിയവ ആഗമന നിഗമന രീതിയിലൂടെയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും പഠിച്ചെടുക്കുന്നതിനെയാണ് നാം ആശയപഠനം അഥവാ കൺസെപ്റ്റ് ലേണിംഗ് എന്നതുകൊണ്ട് പറയുന്നത്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രക്രിയ, ഒരു തത്വം, ഇതിനെയെല്ലാം തന്നെ ആഗമന നിഗമന രീതിയിലൂടെയും പരീക്ഷണ രീതിയിലൂടെയും 3 രീതിയിലൂടെയാണ് നമ്മൾ ആശയപഠനം നടത്തുന്നത്. ആഗമന രീതി, നിഗമന രീതി, നിരീക്ഷണ പരീക്ഷണ രീതികൾ. ഇതിലൂടെ നാം ഒരു ആശയം പഠിച്ചെടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആശയ പഠനം. രണ്ടാമത്തെ രീതിയിലുള്ള പഠനമാണ് നൈപുണി പഠനം അഥവാ സ്കിൽഫുൾ ലേണിംഗ്. മലയാള ഭാഷയിലുള്ള ഈ ടേം നമ്മൾ തീർച്ചയായിട്ടും ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം. കാരണം PSC പഠനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മലയാളം ടേമാണ് കാണുക. പക്ഷെ അത് കേട്ടറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ലാംഗ്വേജിലും ക്വസ്റ്റ്യൻസ് കാണാമെന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. എങ്കിൽ പോലും 2 വേർഡും ഒരു ടേം പഠിക്കുമ്പോൾ അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് വേർഡ് രണ്ടും തന്നെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം. നൈപുണി പഠനം അഥവാ സ്കിൽഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ മനഃശാലകമായ കഴിവുകൾ വളരുന്നതിനായിട്ട് നിരന്തരമായ പ്രായോഗിക പരിജ്ഞാനം ആവശ്യമാണ്. ഇതിനെയാണ് സ്കിൽഫുൾ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രത്യേക കഴിവ്, ഒരു നൈപുണി, അത് നേടാനായിട്ടുള്ള ഒരു പരിശീലനം, അതാണ് സ്കിൽഫുൾ ലേണിംഗ്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, നീന്തൽ, നൃത്തം, ചിത്രരചന അല്ലെങ്കിൽ ഡ്രൈവിംഗ്. ഇത്തരത്തിലൊക്കെ ഉള്ള കഴിവുകൾ നമ്മൾ ജനിക്കുന്നതോടെ കിട്ടുന്ന ഒരു കഴിവല്ല. ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു ടാലൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ നമ്മളത് തുടർച്ചയായിട്ട് പ്രയത്നിക്കുന്നതിലൂടെ മാത്രം ആ ഒരു സ്കില്ല് വളർന്നു വരികയുള്ളൂ. ഈ ഒരു നൈപുണി നല്ല രീതിയിൽ നേടാനായിട്ട് നല്ല രീതിയിൽ പരിശീലനം ആവശ്യമാണ്. അതിനെയാണ് നൈപുണി പഠനം അഥവാ സ്കിൽഫുൾ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് മൂല്യങ്ങളുടെയും മനോഭാവങ്ങളുടെയും പഠനം, ലേണിംഗ് ഓഫ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. വ്യത്യസ്ത ജീവിത അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിക്ക് പുറമേയുള്ള അനുഭവങ്ങളിലൂടെ അതിലെ പാഠ്യപദ്ധതിയുടെ പരോക്ഷമായ അവതരണത്തിലൂടെയാണ് കുട്ടികൾ മൂല്യങ്ങളും മനോഭാവങ്ങളും ആർജിക്കുന്നത്. ഒരു ക്ലാസ് മുറിക്കുള്ളിലായിരിക്കണമെന്നില്ല കുട്ടി ഒരു പുതിയ മൂല്യം നേടുന്നത് അല്ലെങ്കിൽ ഒരു മനോഭാവം. എല്ലാം ക്ലാസ് മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നേടാൻ സാധിക്കില്ല. അതിന് പുറത്തും നമുക്ക് ഇത്തരത്തിൽ മൂല്യങ്ങളും മനോഭാവങ്ങളും ആർജിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. സ്നേഹം, സത്യം, അഹിംസ തുടങ്ങിയ മൂല്യങ്ങൾ, ഇവ ജീവിതത്തോടും സഹജീവികളോടും ഒക്കെ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ വളർത്തുന്നതിലൂടെയാണ് അല്ലെങ്കിൽ ആ വളർത്തുന്നതിനെയാണ് ലേണിംഗ് ഓഫ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സ്നേഹം, സത്യം, അഹിംസ ഇത്തരം മൂല്യങ്ങളെല്ലാം ക്ലാസ് റൂമുകളിൽ നിന്നൊരു അടിത്തറ നേടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ആ കുട്ടി ആർജിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. ഈ 3 തരം മൂല്യങ്ങളുടെയും പഠനം കുട്ടികളിൽ ആവശ്യമാണ്. ഇത്തരം പഠനങ്ങൾ, അതായത് ഈ 3 തരത്തിലുള്ള പഠനങ്ങളാണ് ടൈപ്സ് ഓഫ് ലേണിംഗ് എന്നൊരു ഹെഡിങ്ങിനുള്ളിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിവിധ തരം പഠനങ്ങൾ എന്ന് പറയുമ്പോൾ ആശയ പഠനം, രണ്ടാമതായി നൈപുണി പഠനം, മൂന്നാമതായി മൂല്യങ്ങളുടെയും മനോഭാവങ്ങളുടെയും പഠനം. ഈ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക.
പലപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പിൽ കേട്ടറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. കീപ് വാച്ചിങ്.